എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 4 മണി പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ പൊട്ടറ്റോ ബോണ്ട, നമ്മൾ മലബാറുകാരുടെ സ്പെഷ്യൽ പൊട്ടറ്റോ ബോണ്ട. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊട്ടറ്റോ ബോണ്ട ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പം നമ്മൾ പൊട്ടറ്റോ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ചെടുത്തതാണ്. ഉരുളക്കിഴങ്ങ് ഒന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ല കൈ കൊണ്ടായാലും നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. അങ്ങനെ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് ഇത്. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത്, ചെറുതായിട്ട് എത്രത്തോളം കനം കുറച്ച് അരിയാൻ പറ്റുന്നു അത്രത്തോളം കനം കുറച്ച് അരിയാം. എന്നാലും നമുക്കെല്ലാം മിക്സ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്ത് കിട്ടും. പിന്നെ ഇഞ്ചി, ഒരു സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, ഞാൻ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു നുള്ളി ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് അതിൻ്റെ പച്ച കുത്തൊക്കെ മാറിയിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വരുവേ വേണ്ട. ഒരുപാട് സമയം ഇട്ട് ഇളക്കിയിട്ട് ബ്രൗൺ കളറൊന്നും ആക്കണ്ട. ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കും. നമ്മൾ സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതൊന്ന് സോഫ്റ്റ് ആവുകയും വേണ്ട. അങ്ങനെ ഒരുപാട് സമയം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മതി. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കും. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് നമ്മളെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായി ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായി ഒന്ന് പിടിക്കുക. പിന്നെ ഉപ്പ് നോക്കി കൊടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. എനിക്കിപ്പോൾ കറക്റ്റാണ് ഉപ്പ്. നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉരുളക്കിഴങ്ങിന് അത്യാവശ്യം ഉപ്പ് പിടിക്കും. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് അങ്ങനെ വേവിക്കേണ്ട കാര്യമില്ല. ഒന്ന് ഇല്ലാതെ മിക്സ് ആവേ വേണ്ടു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം. അപ്പം നമുക്കത് തണിയുമ്പോഴേക്കും ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ അരിപ്പൊടി. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കായം ഒരു 2 നുള്ള് കായപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ബാറ്റർ ആക്കിയിട്ട് തയ്യാറാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് തിക്കും ആകരുത്. ഇപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യണം. തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് എളുപ്പപ്പണിക്കുവാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്താൽ മതി. ഇത് നല്ല പാകത്തിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസുമല്ല. അപ്പം നമ്മൾ ആ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ എണ്ണയിലിട്ടിട്ട് പൊരിക്കുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കും. അപ്പം ഇതൊന്ന് തണിഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഉരുട്ടിയെടുത്താൽ മതി. ചെറുതാണെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കാം. ഇതൊരു മീഡിയം സൈസിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെയെല്ലാം നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതും വലുതും ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. സൈസൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടത്തിനാക്കാം. നമ്മളിത് ഓരോന്നും ഇതിൽ മുക്കിയിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഏതെണ്ണയിലും വെളിച്ചെണ്ണയിലായാലും ഇങ്ങനെ ഇടാം. തീ എപ്പോഴും ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മൾ ആക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇങ്ങനെ ഓരോ ഉണ്ട നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് അതിനൊരു കോട്ടിങ് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കിയിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതെല്ലാം സാവധാനം തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വേകുന്നതിനനുസരിച്ച് ഓരോ സൈഡും തിരിച്ചും മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമുക്കിത്. അപ്പോൾ നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ബോണ്ട. നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം. തീ എപ്പോഴും ഒരു മീഡിയം തീയിൽ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചായ തിളക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.